ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 185. നമ്മൾ മണ്ഡലം 1 രണ്ടാം അഷ്ടകത്തിൽ 1 19ാമത്തെ അനുവാകത്തിൽ 125ാമത്തെ സൂക്തമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിലെ ദേവത ദാനമാണ്. അപ്പം ദേവത എന്ന് പറയുമ്പോൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനെ പറ്റിയും പറയാം. അവൻ ദാനം ചെയ്യുക, അപ്പം ദേവത ദാനം എന്ന് പറയും. കല്യാണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ദേവത കല്യാണം എന്ന് പറയും. അപ്പം ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ്. അപ്പോൾ ഇവിടെ ദാനത്തെപ്പറ്റി പറയുന്നത് കൊണ്ട് ദേവത ദാനം എന്ന് പറയുന്നു. അതുകൊണ്ട് ദേവത എന്ന നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ദാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കണ്ണും മൂക്കും എല്ലാം വെച്ച് കിരീടം എല്ലാം വെച്ച് ഏതെങ്കിലും ഒരു തരം കുതിരപ്പുറത്തെല്ലാം പോകുന്ന മാതിരിയെല്ലാം കഥയിൽ പറയും. യഥാർത്ഥത്തിൽ ദാനം തന്നെ. അപ്പം നമുക്ക് എന്താണ് ഇതിൽ പറയുന്നതെന്ന്, ആദ്യത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 125-1. ഋഷി കുക്ഷിവാൻ ദേവത ദാനം ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി പ്രാതാരത്നം പ്രാതിരിത്വാ ദധാതി തം ചികിത്വാൻ പ്രതിഗൃഹ്യ നിധത്തെ തേന പ്രജാണാവർദ്ധയമാന ആയുരായ സ്പോഷേം സജതേ സുവീരഃ. ദാനശീലനായ വ്യക്തി പ്രഭാതത്തിൽ തന്നെ ധനം ദാനം ചെയ്യുന്നു. വിദ്വാൻമാർ അത് സ്വീകരിക്കുന്നു. അയാൾ ധനത്താൽ സന്താനത്തോടും ആയുസ്സോടും യുക്തമായി സുരക്ഷിതനായി തീരുന്നു. ഇവിടെ ദാനശീലനായ വ്യക്തി, അതായത് ദാനം നൽകാൻ താല്പര്യമുള്ള വ്യക്തികളുണ്ട്. ചിലവർക്ക് ദാനം നൽകാൻ ആരെങ്കിലും സഹായിക്കണം എന്ന് താല്പര്യമുള്ള വ്യക്തി പ്രഭാതത്തിൽ രാവിലെ തന്നെ എഴുന്നേൽത്തിട്ട് ദാനം ചെയ്യും. അതായത് അയാൾ എഴുന്നേൽക്കുന്ന തന്നെ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കാം. ദാനം എന്നതുകൊണ്ട് നൽകുക, ആവശ്യക്കാർക്ക് നൽകുക. അപ്പോൾ വിദ്വാൻമാർ അത് സ്വീകരിക്കുകയാണ് എന്ന് പറയുകയാണ്. വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ല ജ്ഞാനമുള്ളവർക്കാണ് ദാനം ആവശ്യമുള്ളത്. എന്തിന്? ആ കിട്ടുന്നത് അവർ ഉപകരിക്കും. നമുക്കറിയാം, ഇപ്പം എനിക്ക് വളരെ വലിയ കലാവാസനയെല്ലാം ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു വലിയ ഡ്രാമയുടെ ഒരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക, എല്ലാം തികഞ്ഞു കിടക്കുകയാണ്. പക്ഷെ എൻ്റെ കൈമിൽ പൈസ ഇല്ലെങ്കിൽ, സാധാരണ പൈസ അത്തരം ആൾക്കാരുടെ കൈമിൽ പൈസ ഉണ്ടാവില്ല. അപ്പം ദാനം നൽകേണ്ടത് അത്തരം ആൾക്കാർക്കാണ്. അതായത് വിദ്വാൻമാരായ ആൾക്കാർക്ക് അവർക്ക് കുറേ ഐഡിയകളും ആശയങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതവർക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ദാനം നൽകേണ്ടത്. ആർക്കാണ് സഹായം ആവശ്യമുള്ളത്? അതേപോലെ രോഗികൾ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആവശ്യക്കാർ, ഇപ്പോൾ രോഗികൾ, പൈസ ഇല്ലാത്ത രോഗികൾ, അവർക്ക് വേണ്ടി വരും. ചിലവർക്ക് നല്ല ആശയങ്ങൾ ഉണ്ടാവും, പക്ഷേ പണം ഉണ്ടാവില്ല. ഇപ്പം നടപ്പാക്കണ്ടെങ്കിൽ ആരെങ്കിലും സഹായിച്ചാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി സഹായിക്കുമ്പോഴാണ് ലോകം പുരോഗമിക്കുന്നത്. അപ്പം അവരെന്ത് ചെയ്യുന്നു? വിദ്വാൻമാർ അത് സ്വീകരിക്കുന്നു. അപ്പം ദാനം വിദ്വാൻമാർക്ക് കൊടുക്കണം. അപ്പം അവരത് സ്വീകരിച്ചിട്ട് അയാൾ ആ ധനത്തുകൊണ്ട് സന്താനത്തെയും ആയുസ്സുമെല്ലാം യുക്തമായി സുരക്ഷിതനായിത്തീരുന്നു. അയാൾ സന്താനങ്ങളെല്ലായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ വംശം വികസിക്കും. ധനത്തോടുകൂടി അദ്ദേഹം ആ കിട്ടുന്ന ദാനം ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് നാട്ടിനും ഉന്നതി ഉണ്ടാവും, അങ്ങേർക്കും ഉന്നതി ഉണ്ടാവും. പിന്നെ ആയുസ്സോടും യുക്തനായി സുരക്ഷിതനായിത്തീരുന്നു. അദ്ദേഹം സുരക്ഷിതനായിത്തീരുന്നു. നല്ല ദീർഘായുസ്സോടുകൂടി അയാൾ ജീവിക്കുന്നു. അപ്പം നമ്മൾ ദാനം കൊടുക്കേണ്ട ആർക്കാണ്? അത് ആവശ്യമുള്ളവർക്കാണ്. ഒരു രോഗിക്കാണ് ദാനം കൊടുക്കുന്ന. രോഗിക്ക് പൈസ ഇല്ലാതെ മരുന്ന് കഴിക്കാൻ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരു രോഗിയാണെങ്കിൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ അത് അനുസരിച്ച് മരുന്ന് വാങ്ങി
നല്ല ആയുഷ്മാനായിട്ട് ജീവിക്കും. അതുമാതിരി വിദ്വാൻമാർ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണം പലവർക്കും പണം കുറേ ഉണ്ടാവും. പക്ഷേ ഒരാശയം ഉണ്ടായാലും ഒന്നും നടപ്പാക്കുക അവരിലൂടെയല്ല രാജ്യം പുരോഗമിക്കുന്നത്. രാജ്യം പുരോഗമിക്കുന്ന വിദ്വാൻമാരിലൂടെയാണ്. പക്ഷെ അവരെ സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പണമൊന്നും കാണില്ല. അപ്പം അവർക്കെല്ലാം വേണ്ട സഹായങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 125 2 സുഗുരസത് സുഹിരണ്യസ്വശോ ബൃഹദശ്വൈവയ ഇന്ദ്രോ ദധാതി യസ്ത്വായന്തം വസൂനാ പ്രാതിരിത്വോ മുക്ഷീജയേവ പരിമുത്സിനാദി. ദാതാവ് അസംഖ്യം ഗോക്കളാലും കുതിരകളാലും സ്വർണത്താലും യുക്തനാകണമേ. ഇന്ദ്രൻ ആ ദാനിക്ക് മഹത്തായ സാമർഥ്യം നൽകണമേ. ഇന്ദ്രൻ പ്രഭാതത്തിൽ തന്നെ ആഗതനായി അയാളെ ധനവാൻ ആക്കണമേ. അപ്പൊ ഇവിടെ പറയാണ് ദാതാവ് അസംഖ്യം ഗോക്കളാലും കുതിരകളാലും സ്വർണത്താലും യുക്തനാകണേ. ഇവിടെ ഗോക്കൾ, കുതിരകൾ, സ്വർണം എന്നെല്ലാം പറയുമ്പോൾ പണ്ട് കാലത്ത് ധനം എന്ന് പറയുന്നത് പശുക്കളായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ കുതിരകളായി മാറി. പശുക്കൾ എന്ന് പറഞ്ഞാൽ പാല് അത് ഇതെല്ലാം. ആദ്യം മനുഷ്യന് വിശപ്പ് തീർക്കുകയാണല്ലോ കാര്യം. അപ്പം ആദ്യം ഗോക്കളാണ്, പിന്നെയാണ് കുതിര വണ്ടി എല്ലാം ഉണ്ടാക്കി കുതിരനെ കൊണ്ട് വലിപ്പിച്ച് സഞ്ചാരം എല്ലാം തുടങ്ങുന്നത്. അപ്പം ശക്തി, അന്നം, ശക്തി ഈ നിലയിലൊക്കെ എടുക്കണം. പിന്നെ സ്വർണം എന്ന് പറഞ്ഞാൽ പിന്നെയാണ് ധനത്തിൻ്റെ ആവശ്യം വരുന്നത്. ധനം പിന്നെയാണ്. ആദ്യം വിശപ്പ് മാറ്റണം, പിന്നെ സഞ്ചാരം, നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ അതിനുള്ള ശക്തിയെല്ലാം, കർമ്മം ചെയ്യാനുള്ള ശക്തി, പിന്നെ അതിലൂടെ സ്വർണം, ധനം, ഇതെല്ലാം യുക്തനാക്കണേ. അപ്പം ദാനം നൽകുന്നവർക്ക്, നല്ല ആൾക്കാരുടെ, ദാനം നൽകാൻ കഴിയുന്ന ആൾക്കാരുടെ കയ്യിൽ വേണം ഇതെത്താൻ. അല്ലാതെ എല്ലാം വാങ്ങിയിട്ട് ബാങ്ക് കൊണ്ടുപോയിട്ട് അടച്ചു വെച്ചിട്ട് ആർക്കെന്ത് ഉപയോഗം? ഒരു ഉപയോഗവും ഇല്ല. മനസ്ഥിതി ഉള്ളവർക്ക് അവരുടെ കയ്യിലാണ് ഇതെല്ലാം എത്തേണ്ടത്. അത് ഇന്ദ്രൻ ആ ദാനിക്ക് സാമർഥ്യം നൽകട്ടെ. അത് അങ്ങനെ ദാനം നേടാനുള്ള സാമർഥ്യവും ഇന്ദ്രൻ അവർക്ക് നൽകട്ടെ. ഇന്ദ്രനാണല്ലോ എല്ലാ കർമ്മത്തെയും, ലോകത്തിലുള്ള ഏത് കർമ്മത്തെയും ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ അങ്ങനത്തെ ദാനികളുടെ കയ്യിൽ ഇതെല്ലാം എത്തിക്കട്ടെ. ഇന്ദ്രൻ പ്രഭാതത്തിൽ തന്നെ എത്തി അയാളെ ധനവാനാക്കണേ. അങ്ങനെയുള്ള ആൾക്കാരുടെ, ധനവാനാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലാണ് ധനം എത്തേണ്ടത്. അല്ല ധനം കിട്ടിയിട്ട് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നവൻ്റെ, പൂർത്തി വെക്കുന്നവൻ്റെ പണം എടുത്ത് ബാങ്കിൽ ഇങ്ങനെ അട്ടി വെച്ചിട്ട് അല്ലെ വസ്തു വാങ്ങി കൂട്ടിയിട്ട് എന്ത് കാര്യമാണ്? പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാരുടെ കൈമേൽ കിട്ടിയ ധനം ഉപയോഗിച്ച് ലോക പുരോഗതി ഉണ്ടാവും. അപ്പം അത് ദാനമനസ്ഥിതിയുള്ള ആൾക്കാരുടെ കയ്യിൽ വേണം അത്ര ധനമെത്താൻ. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 125 3 ആയമദ്യ സുഹൃതം പ്രാതരി ഛന്നിഷ്ഠേ പുത്രം വസുമതാരതേന അംശോസുതം പായയ മത്സരസ്യ ക്ഷയവീരം വർദ്ധയ സുനിർദാഭി. ഞാൻ ഇന്ന് മഹാകർമ്മങ്ങളോടുകൂടിയ യജ്ഞം കാണുന്നതിനു വേണ്ടി തേരിൽ കയറി വന്നു. നീ ബാലന്മാരുടെ സ്വാമിയായ ഇന്ദ്രനെ ഹർഷദായകമായ സോമനീര് കുടിപ്പിക്കുകയും സ്തുതിഗാനങ്ങളാൽ പ്രസന്നനാക്കുകയും ചെയ്യൂ എന്ന് യജമാനനോട് പറയുന്നു. ഇവിടെ പറയുകയാണ്, ഞാൻ ഈ മഹത് കർമ്മങ്ങൾക്ക് വേണ്ടി, കർമ്മങ്ങളോടുകൂടിയ യജ്ഞം കാണുന്നതിന് വേണ്ടി, ഈ ലോകത്ത് നടക്കുന്ന യജ്ഞങ്ങൾ കാണുന്നതിന് വേണ്ടി. കാരണം യോഗത്തിൽ എങ്ങനെയാണ് യജ്ഞം നടക്കുക? കർമ്മം ചെയ്തിട്ട്. കർമ്മം ആര് ചെയ്യുമ്പോൾ? നല്ല വിദ്വാൻമാരായ ആൾക്കാർ പുതിയ പുതിയ ആശയങ്ങൾ എടുത്ത് കർമ്മം ചെയ്യുമ്പോഴാണ് ലോകത്തിൽ പുരോഗതി നടക്കുക. അതിനെന്ത് വേണം? ദാനികൾ അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ സർക്കാർ ചെയ്തു കൊടുക്കണം. ആരായാലും ദാനി ഇതൊന്നുമില്ലല്ലോ, സർക്കാരിനും സഹായിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കാം.
എന്നിട്ട് യജമാനോട് പറയുകയാണ്, അങ്ങനെ യജ്ഞം നടത്തുന്ന ആൾക്കാരോട് പറയുകയാണ്, നീ ബാലന്മാരുടെ സ്വാമിയായ ഇന്ദ്രനാണല്ലോ അങ്ങനെ നടത്തുന്ന യജ്ഞങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷം ആരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രൻ ആരാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനെ പൂർത്തീകരിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. നമ്മളൊരു ചോറ് വയ്ക്കുകയാണെങ്കിലും നമ്മൾ അരിയും വെള്ളവും അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് തീ കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇന്ദ്രനാണ് അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്, ഫലം നേടിത്തരുന്നത്. അപ്പം ആ ഇന്ദ്രനെ എന്ത് വേണം? സോമനീര് കുടിപ്പിക്കുകയും സ്തുതിഗാനങ്ങളാൽ പ്രസന്നനാക്കുകയും ചെയ്യുക. ഇന്ദ്രനെ നമ്മൾ പ്രസന്നനാക്കണം. എങ്ങനെ? സ്തുതിഗാനങ്ങളാൽ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, വേദസ്തുതികൾ എന്ന് പറഞ്ഞാൽ സയൻസാണ്. സയൻസിലൂടെ ഇന്ദ്രനെ പ്രസന്നനാക്കണം. ഇപ്പം ചോറ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അരിയെയും വെള്ളത്തെയും കൂട്ടിച്ചേർത്തിട്ട് അതിൽ ചോറാക്കുന്നത് ഇന്ദ്രനാണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇന്ദ്രനെ പ്രസന്നനാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിന് വേണ്ട വെള്ളം കൊടുക്കണം. ചോറ് വെക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്താൽ ഇന്ദ്രൻ പ്രസന്നനായി ചോറാക്കും. അല്ലെങ്കിലോ നല്ല അരി കൊടുക്കണം. നല്ല അരി കൊടുത്താൽ ഇന്ദ്രൻ പ്രസന്നനായി. അല്ലെങ്കിൽ വല്ല പന്ന അരി കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി കുഴക്കട്ട മാതിരിയാക്കി തരും. വേണ്ട ചൂട് കൊടുക്കണം. കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് പുകയടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ നടക്കുക? അപ്പം ഇന്ദ്രനെ പ്രസന്നനാക്കണം. എങ്ങനെ പ്രസന്നനാക്കണം? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം, അതാണ് സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ പ്രസന്നനാക്കാൻ വേണ്ടി യജമാനനോട് പറയുകയാണ്, യജ്ഞം നടത്തുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്ന യജ്ഞം നടക്കുന്നവരോട് പറയുകയാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന യജമാനനോട് പറയുകയാണ്, നീ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുക. സ്തുതികളുടെ അടിസ്ഥാനത്തിൽ, നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ യജ്ഞം പൂർത്തീകരിക്കുന്നതിന് എന്തെല്ലാം വസ്തുക്കൾ എങ്ങനെ എടുക്കണം, ആ നിലയിൽ എടുത്തിട്ട് ഇന്ദ്രനെ പ്രസന്നനാക്കിയാൽ ആ യജ്ഞം പൂർണ്ണമായി തീരും. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 125 4. ഉപക്ഷരന്തി സിന്ധവോ മയോ ഭുവ ഈജാനം ച യക്ഷ്യമാണം ച തേന വാ പുനന്തം ച പുരീം ച ശവസ്യ വോ ഹൃദസ്യ ധാര ഉപയന്തി വിശ്വതഃ. കാരുണികളും ഗോരൂപിണികളുമായ നദികൾ യജ്ഞത്തെ ആഗ്രഹിക്കുന്ന യജമാന്റെ അടുത്തേക്ക് പ്രവഹിക്കുന്നു. യജ്ഞത്തെ ആഗ്രഹിക്കുന്ന ദാനിക്ക് എല്ലാ ഭാഗത്തു നിന്നും കൃതത്തിൻ്റെ ധാരകൾ ലഭ്യമാകുന്നു. കല്യാണകാരികളും ഗോരൂപികളുമായ നദികൾ കല്യാണകാരികളാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി നേരത്തെ പറഞ്ഞു, പണ്ഡിതന്മാരുടെ യജ്ഞങ്ങളുടെ ദാനികൾ അതിനെ സഹായിക്കുന്നു. അപ്പോൾ ആ യജ്ഞത്തിലൂടെ ഒരു നദികളുടെ സമീപത്താണ് സംസ്കാരങ്ങൾ വളർന്നിട്ടുള്ളത്. കാരണം ഏത് പുരോഗതി ഉണ്ടാകണമെങ്കിലും നദികൾ അത്യാവശ്യമാണ്, ജലം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പല സംസ്കാരങ്ങളും നദീതീരങ്ങളിൽ, തടങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? കല്യാണകാരികളാണ്, ഗോരൂപിണികളുമാണ്. പശുക്കൾക്ക് സമാനമാണ്. പശുക്കൾ നമുക്ക് പാല് തരുന്നു, നമ്മളെ ശരീരമെല്ലാം പുഷ്ടിപ്പെടുന്നു. അതുപോലെ നദികളിൽ നിന്ന് വരുന്ന വെള്ളം പാലിന് സമാനമാണ്. പശുക്കൾ നൽകുന്ന പാലിന് സമാനമാണ്. പശുക്കളുടെ പാല് നമ്മളെ പുഷ്ടിപ്പെടുത്തുന്ന പോലെ രാഷ്ട്രത്തിലോട്ട് ഒഴുകുന്ന നദികളിലെ ജലം ആ നാടിനെ പുഷ്ടിപ്പെടുത്തുന്നു. അങ്ങനെ പുഷ്ടിപ്പെടുത്തുന്ന നദികൾ ഇങ്ങനെ യജ്ഞം ആഗ്രഹിക്കുന്ന യജമാനന്റെ അടുത്തേക്ക് പ്രവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, എപ്പോഴും യജ്ഞം നടത്തുന്നവർ നദീതീരങ്ങളിൽ അടുത്ത് തന്നെയാണ് തുടങ്ങുക, വെള്ളമുള്ളിടത്താണ് തുടങ്ങുക. നമ്മളിപ്പോൾ എന്ത് ഫാക്ടറി ഒരു ചായക്കട തുടങ്ങണം എന്ന് വെച്ചാലും നല്ല വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ പരിപാടിയൊന്നും നടക്കില്ല.
അപ്പൊ അവരുടെ അടുത്ത് അങ്ങനെ യജ്ഞം നടത്തുന്നവരുടെ അടുത്തേക്ക് നദികൾ ഒഴുകിയെത്തും എന്ന് പറഞ്ഞാൽ നദീതടങ്ങളിലാണ് ലോകത്തിന്റെ പുരോഗതി കിടക്കുന്നത്. അത്രയും സുഭിക്ഷമായി ജലം കിട്ടണം. ആ യജ്ഞം നടത്തുന്നവരും അതിൻ്റെ അടുത്തേക്കാണ് പോവുക. അപ്പം നദി അവരുടെ അടുത്തേക്കും എത്തും. യജ്ഞത്തെ ആഗ്രഹിക്കുന്ന ദാനികൾക്ക് എല്ലാ ഭാഗത്തുനിന്നും ഘൃതത്തിന്റെ ധാരകൾ ലഭിക്കുന്നു. യജ്ഞം ആഗ്രഹിക്കുന്ന ദാനികൾക്ക്, അങ്ങനെ ദാനം ചെയ്ത് യജ്ഞം നടത്തുന്ന പണ്ഡിതന്മാരെ വെച്ച് യജ്ഞം നടത്തുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ജലം ഘൃതത്തിന്റെ ധാരകൾ, അതായത് പശുവിൻ്റെ പാലിന് സമാനമായ നദിയിലെ ജലം ഒഴുകിയെത്തും. അതായത് അങ്ങനെയുള്ള സ്ഥലത്തെ നമുക്ക് യജ്ഞങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. കാരണം യജ്ഞം വിജയിക്കണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ജലം തന്നെയാണ്. ജലം സുഭിക്ഷമായിട്ടുണ്ട്. നമ്മളൊരു ഫാക്ടറിയോ ചായക്കടയോ എന്ത് തുടങ്ങുന്നുണ്ടെങ്കിലും അടുത്ത് വെള്ളം ഉണ്ടാകണം. വെള്ളമില്ലെങ്കിൽ പരിപാടി നടക്കില്ല. അപ്പം ആ നദികളുടെ പ്രാധാന്യം, ജലത്തിൻ്റെ പ്രാധാന്യം പറയുകയാണ് ഇവിടെ. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 125 5. നാഗസ്യ പൃഷ്ഠേ അതിതിഷ്ഠതി ശ്രിതോയ പ്രണാതി സഹ ദേവേഷു ഗച്ഛതി തസ്മാ ആപോ കൃകമർഷന്തി സിന്ധവ തസ്മായിയം ദക്ഷിണ പിന്നോദേ സദാ. ദാനി സ്വർഗത്തിലും സൽക്കരിക്കപ്പെടുന്നു. അയാൾ ദേവതകളോട് ചേർക്കപ്പെടുന്നു. നദികൾ അവനു വേണ്ടി ജലരൂപമാകുന്ന കൃതം പ്രവഹിപ്പിക്കുന്നു. അവൻ നൽകുന്ന ദക്ഷിണ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദാനികൾ സ്വർഗത്തിലേക്ക് സൽക്കരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദാനികളുടെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന നിലയിൽ എടുത്താൽ മതി. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ മരണമില്ല എന്നുള്ള നിലയിൽ എടുക്കണം. ആർക്കാണ് മരണമില്ലാത്തത്? നല്ല പ്രവർത്തികളെല്ലാം ചെയ്തവർക്ക് മരണമില്ല. അപ്പോൾ അവർ സ്വർഗത്തോളം ഉയരുകയാണ്. ഇപ്പം ഗാന്ധിജീനെല്ലാം നമ്മളിപ്പോഴും ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അവരത്രയും മഹത്തരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവരെ നാം സ്വർഗത്തിൽ സൽക്കരിക്കപ്പെടുന്നു. അവർ ദേവതകളോട് ചേർക്കപ്പെടുന്നു. ദേവതകളോട് ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രനുമെല്ലായിട്ടാണ് അവരുടെ സഹവാസം. എപ്പോഴും യജ്ഞം നടത്തുമ്പോൾ അവരുടെ അടുത്ത് എല്ലാ ദേവതകളും എത്തിച്ചേരും. എന്തെല്ലാം എത്തിച്ചേരും? നദികൾ എത്തിച്ചേരും, ജലം എത്തിച്ചേരും, അഗ്നി എത്തിച്ചേരും. ഇതെല്ലാം ദേവതകളാണ്. ഇന്ദ്രൻ വരും, വായു വരും. വായു വേണ്ടേ? നമ്മളൊരു ഫാക്ടറി തുടങ്ങിയാൽ നല്ല വായു വേണ്ടേ? അപ്പം എല്ലാ ദേവതകളോടും അദ്ദേഹം ചേർക്കപ്പെടുന്നു. അതായത് ഇതെല്ലാം സൂര്യൻ്റെ രശ്മികൾ ഇതെല്ലാമായിട്ട് ചേർത്തുകൊണ്ട് തന്നെയാണ് അയാൾ യജ്ഞം നടത്തുന്നത്. അപ്പം അയാളോട് ദേവതകളെല്ലാം ചേർക്കപ്പെടുന്നു. നദികൾ അവന് ജലരൂപമായ ഘൃതം പ്രവഹിപ്പിക്കുന്നു. അതായത് പാലിന് സമാനമായ ജലം, അതായത് ദിവ്യമായ ജലം. നമുക്ക് പാലെങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത്, അതുപോലെ ആ ജലം, ശുദ്ധമായ ജലം അവൻ്റെ വ്യവസായത്തെ, അവൻ്റെ സംരംഭത്തെ പോഷിപ്പിക്കുന്നു. അവൻ നൽകുന്ന ദക്ഷിണ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അവൻ പണം കൈയിട്ട് ചെലവാക്കുമ്പോൾ അവൻ്റെ ഫലം അതിനനുസരിച്ച് കിട്ടും. നമ്മളിപ്പം കണ്ടമാനം പണം ഉണ്ടായിട്ട് ബാങ്കിൽ അട്ടിവെച്ചിട്ട് പലിശ കൂടി ഇരുന്നിട്ട് എന്താ കാര്യം? അതെടുത്തിട്ട് നല്ല വിദ്വാൻമാരായ ആൾക്കാരുടെ സഹായത്തോടു കൂടി നമ്മൾ ലോക പുരോഗതിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ വരുമാനം അനുസരിച്ച് കൂടിക്കൊണ്ടേ ഇരിക്കും, ലോകവും പുരോഗമിക്കും. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 125 6. ദക്ഷിണാവദാം ഇതി മാനിച്ചിത്ര ദക്ഷിണാവതാരം ദിവി സൂര്യാസഹ ദക്ഷിണാവന്തോ അമൃതം ഭജന്തേ ദക്ഷിണാവന്ത പ്രതിരന്ത ആയുഹോ. ദാനിയുടെ അടുക്കൽ വിഭിന്നങ്ങളായ ഐശ്വര്യങ്ങൾ നിലകൊള്ളുന്നു. ദാനിക്ക് വേണ്ടി തന്നെയാണ് ആകാശത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. ദാനി തൻ്റെ ദാനരൂപമാകുന്ന അമൃതം കൊണ്ട് ദീർഘായുസ് പ്രാപിക്കുന്നു.
ദാനിയുടെ അടുക്കൽ വിഭിന്നങ്ങളായ ഐശ്വര്യങ്ങൾ നിലകൊള്ളുന്നു. ഒരു ദാനിയുടെ അടുക്കൽ എന്തുണ്ടാവും? ദാനം ചെയ്യേണ്ടിക്ക് അവന് പണവെല്ലാം ഉണ്ടാവും. അപ്പം അവൻ സുഭിക്ഷനാണ്, സുഭിക്ഷതയുണ്ട്. പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും, എന്താണ് ആ ഐശ്വര്യങ്ങൾ? അവന് പ്രശസ്തി ഉണ്ടാവും, പേരുണ്ടാവും, എല്ലാവരും അവനെ കാണുമ്പോൾ വണങ്ങും. അപ്പം എല്ലാ ഐശ്വര്യങ്ങളും ദാനിയുടെ അടുത്ത്. ഒരു പിസ്കം പോകുമ്പോൾ ആരെങ്കിലും എന്താ ചെയ്യുക? കണ്ടാൽ പോലും കണ്ടില്ല എന്ന് വെക്കും. പക്ഷെ ഒരു ദാനിയാണെങ്കിലോ, അപ്പം എല്ലാ ഐശ്വര്യങ്ങളും അവൻ്റെ അടുത്തേക്ക് വന്നു ചേരും. ദാനിക്ക് വേണ്ടിയാണ് ആകാശത്തിൽ സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ എന്തിനാണ് ഉദിക്കുന്നത്? കർമ്മത്തിന് പ്രേരിപ്പിക്കാൻ, കർമ്മം ചെയ്യിപ്പിക്കാൻ. അപ്പം ദാനിയാണ് കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ദാനി എന്ന് പറഞ്ഞാൽ പണം തന്നെ വേണ്ട. ഞാൻ എൻ്റെ ധനം എന്താണ്? എൻ്റെ ശക്തി, ബുദ്ധി രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ബുദ്ധി ഉപയോഗിക്കുന്നതിന് പൈസ ആവശ്യമുണ്ടോ? അതിൽ ചിലവർ ബുദ്ധി ദാനം ചെയ്യും, അവന് പറ്റുന്ന നേരത്തിൽ ദാനം ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ആരുദിക്കുന്നത്? സൂര്യൻ ഉദിക്കുന്നത്. ദാനി അവൻ്റെ ദാനരൂപമായ അമൃതം കൊണ്ട്, അതാണ് അവൻ്റെ അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ, അമൃത് എന്ന് പറഞ്ഞാൽ മരിക്കാത്ത അവസ്ഥ. ദാനി അതുകൊണ്ട് തന്നെ എപ്പോഴും സമൂഹത്തിൽ ഉയർന്നു നിൽക്കും. ദാനി മരിച്ചാലും അവൻ മരിക്കുന്നില്ല, അവനങ്ങനെ ഉണ്ടാവും. ആ സമൂഹത്തിൽ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഇപ്പോഴെ ശാസ്ത്രജ്ഞന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞാലും നമ്മൾ അവരെ പേരിലല്ലേ ഇന്നു. അപ്പോൾ ദാനി ദാനരൂപമായ അവൻ്റെ ദാനരൂപമായ അമൃതം കൊണ്ട് ദീർഘായുസ് പ്രാപിക്കുന്നു. ദീർഘായുസ് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. കുറേ കാലം കഴിഞ്ഞിട്ട് മരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട. അവൻ, ആ വ്യക്തിയുടെ പേര് വളരെ കാലം നിലനിൽക്കും. അവൻ്റെ ആയുസ്സിന് ലിമിറ്റില്ല. അവൻ ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 125 7. മാ പ്രണന്തോ ദുരിതമേന ആരാന്മജാരിഷു സൂരയ സുവ്രതാസാഹ അന്യസ്തേഷാം പരിധിരസ്തു കശ്ചിത് അപ്രണന്തം അഭിസംയന്തു ശോകാഹ. ദാനി ഒരിക്കലും ദുഃഖിക്കുന്നില്ല. അവനെ പാപം വലയം ചെയ്യുന്നില്ല. നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്തോതാവ് ക്ഷീണിതനാകുന്നില്ല. അവനിൽ നിന്നും ഭിന്നമായ വ്യക്തി പാപത്തിനിരയാകുന്നു. എല്ലാ ശോകങ്ങളും ദാനഹീനനെ തന്നെ പ്രാപിക്കുന്നു. ദാനി ഒരിക്കലും ദുഃഖിക്കുന്നില്ല. നമ്മൾ ദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ദുഃഖമില്ല. ദുഃഖം എപ്പോഴാണുണ്ടത്? എന്തോ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ്. അയ്യോ ദുഃഖം, എനിക്ക് ഇന്ന് അത് കിട്ടിയില്ലല്ലോ, ഇന്ന് ഇത് കിട്ടിയില്ലല്ലോ. ദാനി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കുന്നത് എന്താ? എന്തോ കൊടുക്കാൻ, അങ്ങോട്ടെന്ത് കൊടുക്കണം, അങ്ങോട്ടെന്ത് കൊടുക്കണം ചിന്തിക്കുന്നവന് ദുഃഖമില്ല. നമുക്ക് പണത്തിന് അത്യാവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം എത്ര കിട്ടിയാലും മതിയായില്ലെങ്കിൽ, ആർത്തി പിടിച്ചവനാണെങ്കിൽ നമുക്ക് എപ്പോഴും ദുഃഖം തന്നെ. അയ്യോ പോരാലോ, എന്നും വേണമല്ലോ, ഇത്രയല്ലേ ആയുള്ളൂ. 9 ലക്ഷത്തിന് 1 ഉറുപ്പ്യൻ്റെ കുറവുണ്ടല്ലോ. അയ്യോ 9 ലക്ഷം ആയില്ലോ, 1 ഉറുപ്പ്യ കുറവാണ്. അയ്യോ ആ 1 ഉറുപ്പ്യ കിട്ടിയിരുന്നെങ്കിൽ 9 ലക്ഷം ആവുമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചാടും. എന്നാൽ ദാനിക്കതല്ല, അവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നതാണ്. അവനെന്തില്ല? ഒരിക്കലും ദുഃഖിക്കുന്നില്ല. അവനെ പാപം വലയം ചെയ്യുന്നില്ല. അതുകൊണ്ട് അവന് പാപമില്ല. അവൻ കൊടുക്കാൻ നിൽക്കുന്നവനാണ്. അവൻ്റെ സേവനം ലോകത്തിന് വേണ്ടി കൊടുക്കാൻ നിൽക്കുന്നവനാണ്. അവനൊന്നും ഇങ്ങോട്ട് കിട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് കിട്ടേണ്ട ആവശ്യം വരുമ്പോഴാണ് ദുഃഖം. നമ്മളെല്ലാം കൊടുക്കുന്നു, ഇങ്ങോട്ടൊന്നും വേണ്ട, പ്രതീക്ഷിക്കുന്നില്ല, ചെയ്യുന്നു. അവർക്ക് പാപമില്ല. നിയമത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്തോതാവ് ക്ഷീണിതനാകുന്നില്ല. നിയമത്തിൽ ഉറച്ചു നിൽക്കുക, അതായത് ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവന്
ക്ഷീണമില്ല. നമ്മളൊരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണിക്കില്ല. അറിയാതെ ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ഷീണിച്ച് വെമ്പി പരീക്ഷാ ഹാളിലെല്ലാം ക്ഷീണിച്ച് വെള്ളമെല്ലാം ചോദിക്കും. ചിലപ്പോൾ ഉത്തരം കിട്ടാതെ ചൂട് പിടിച്ചിട്ട് വെള്ളം വേണമെന്ന് കുടിക്കാന്നെല്ലാം ചോദിക്കും. എന്നാൽ നല്ലവണ്ണം പഠിച്ചിട്ട് എല്ലാം അറിയുന്ന വ്യക്തിയാണെങ്കിൽ അവന് വെള്ളവും വേണ്ടാക്കുക. പേപ്പർ കിട്ടിയാൽ പിന്നെ എഴുതാനായ സമയം ഉണ്ടാവും, വെള്ളം കുടിക്കാൻ തന്നെ തോന്നില്ല. അപ്പോൾ നിയമങ്ങളിൽ ഉറച്ചിരിക്കുന്ന ശ്രോതാവ് ക്ഷീണിതനാകുന്നില്ല. നമ്മൾ സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ ശരിയായ മാർഗത്തിലൂടെയാണ്, നിയമപരമായിട്ടാണ് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമുണ്ടാവില്ല. അതിൽ നിന്നും ഭിന്നനായ വ്യക്തി പാപത്തിനിരയാകുന്നു. ഈ പറഞ്ഞ ഗുണത്തിന് നേരെ എതിരുള്ള ആൾക്കാരെല്ലാം പാപികളായിത്തീരുന്നു. എല്ലാ ശോകങ്ങളും ദാനഹീനനെ പ്രാപിക്കുന്നു. എല്ലാ ദുഃഖങ്ങളും ഉണ്ടാകുന്നത് ദാനം ചെയ്യാത്തവനാണ്. ദാനം ചെയ്യാത്തവൻ എന്താണ് ആഗ്രഹം? കിട്ടണം 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 എന്ന് വിചാരിക്കുന്നവന് ഒരിക്കലും അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കില്ല. 1 കിട്ടുമ്പോൾ 10 വേണം, 10 കിട്ടിയാൽ അങ്ങനെ 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 പോകും, ലിമിറ്റില്ല. അത് പിച്ചക്കാരനായാലും കോടീശ്വരനായാലും അവന് ദുഃഖം തീരില്ല. അതാണ് കാരണം അവനെന്തല്ല, ദാനിയല്ല. അപ്പം ദാനിയല്ലാത്തവന് ദുഃഖമാണ് ഫലം. നമ്മളെല്ലാം നമ്മൾ കൊടുക്കണം എന്ന് വിചാരിക്കുക, മനസ്സ് എത്ര സന്തോഷമായിരിക്കും. കിട്ടണം കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ആകെ പ്രശ്നങ്ങൾ. ഇതൊരു വലിയ മാനസിക വശമാണ്. ഋഗ്വേദം എന്തെല്ലാണ് പറഞ്ഞു തരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ നമ്മുടെ മാനസിക വശങ്ങളും എല്ലാം പറഞ്ഞു തരികയാണ്. ഈ പുസ്തകത്തെയാണ് നമ്മളിവിടെ ആത്മീയമൊന്നും ഒരു ആത്മീയം ഇവിടെ പറയുന്നില്ല. ഇതുവരെ ഋഗ്വേദം എത്രയോ, ഋഗ്വേദമല്ല പലതിലോട്ടും പോയി. എവിടെയാണ് നമ്മൾ ഈ സാധാരണ ആത്മീയ പ്രഭാഷണങ്ങളിൽ പറയുന്നതെല്ലാം കാണുന്നത്? ഒന്നും കാണുന്നില്ല. നമ്മൾ സാധാരണ ഒരു സയൻസ് ബുക്ക്, കുറച്ച് അഡ്വാൻസ്ഡ് ആയ എല്ലാ വിഷയങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് പോയിക്കൊണ്ട് ഇരിക്കുന്നത്. അതിന് ആത്മാവുണ്ട്, അതും ഒരു സയൻസ് പദമാണ് എന്നതിൽ കവിഞ്ഞ് അതിന് വേറെ പ്രാധാന്യമൊന്നും ഇല്ല.